ഹലോ. ഹായ്, താങ്ക് യു. ചായ കൊണ്ടുവന്ന നന്നായിട്ടാ. എന്തോരം ക്വസ്റ്റ്യൻസ് വന്നിരിക്കണേ. ഓ ആ എത്ര ഉണ്ട്? ഒന്നും ഇപ്പൊ നോക്കരുത്, സസ്പെൻസ്. ഞാനും കുറച്ചൊക്കെ ഒന്ന് വായിച്ചു നോക്കി, പക്ഷെ നമുക്ക് ഒരുമിച്ച് കേൾക്കാം. നമ്മളൊരു പുതിയ സെഗ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു Q&A ആണ്. ആൻഡ് നമ്മളിതിന് പേരിട്ടിട്ടുണ്ട് I am the answer. I am the answer. Yes. I am the question. Yeah, I am the question. Srini is the answer. പലപ്പോഴും പല തവണയായിട്ട് നമ്മൾ Q&Aക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ അതൊന്ന് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. വെരി സോറി. പക്ഷെ ഫസ്റ്റ് ടൈം നമ്മളത് ചെയ്തെടുക്കുകയാണ്. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്ന ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് അതിൽ ഞങ്ങൾക്ക് എന്താ പറയാ റെലവെന്റ് ആയിട്ട് തോന്നിയ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടീമിലെ പിള്ളേർ ചൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി പറഞ്ഞ ഇത് കണ്ടിട്ടില്ല, എന്താ ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ ഐഡിയ ഇല്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ വെൽക്കം ടു I am the answer. I am the answer. Can you tell us about the moment when you both realized that this is the person you want to spend your entire life with? Would love to hear this from Srini and Pearle. And when you were in the Big Boss house, were you worried about how the family and public would respond to your relationship? You start. I am not saying പോയിന്റ് ആയിട്ട് പറയാം. ഫസ്റ്റ് മൊമെന്റ് പേളിയുടെ മേലെ ഒരു ചെറിയൊരു ഇഷ്ടം തോന്നിയത് അത് സില്ലിയാണ്. ഞങ്ങള് ഗ്രൂപ്പായിട്ട് ഈ സോഫയിലിരിക്കുമ്പോൾ ഏതോ ടാസ്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പേളി താഴെ ഇരുന്നിട്ട് ഒരു ചെറുപ്പും വെച്ചിട്ട് അവിടെ എല്ലാം ഈച്ചകളൊക്കെ ഇങ്ങനെ ഞാൻ നോക്കുന്നത് എല്ലാവരും സീരിയസ് ആയിട്ട് നോക്കായിരുന്നു. മറ്റേ എന്താ ടാസ്ക് എന്നൊക്കെ. പേടി ഒരു പേടിയില്ല. അതവിടെ കൊതുവടിച്ച് ഈച്ചടിച്ചിരിക്കുന്ന കൊച്ചിനെ കണ്ട് ലവ് ആയി അല്ലേ? അതായിരുന്നു എന്റെ ഫസ്റ്റ് മൊമെന്റ്. ഒരു ചെറിയ നല്ലൊരു മൊമെന്റ് കിട്ടിയില്ലേ ശ്രീ? ഇത് തന്നെയാണ്, ഇത് കണ്ടിട്ടാണ് ലവ് ചെയ്തത്. ഇല്ല, ഒരു ചെറിയ ഒരു ക്യൂട്ടായിട്ട് ഉണ്ടായിരുന്നു. അതെ, ആക്ച്വലി ക്യൂട്ടായിരുന്നു അല്ലേ? ഈച്ചനെ ഒരിക്കലും അടിക്കാൻ പറ്റില്ല, അതറിയില്ലേ? അതുകൊണ്ട് ഒരേ ഈച്ചനെ ഞാൻ അരമണിക്കൂറായിട്ട് അടിച്ചു കൊല്ലാൻ നോക്കിയാ. പിന്നെ എനിക്ക് വാശിയായി. പിന്നെ ഐ തിങ്ക് ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ കൊല്ലാൻ. ഐ തിങ്ക് രഞ്ജിനി ആരൊക്കെ വന്ന് ഹെൽപ്പ് ഒക്കെ ചെയ്യാൻ നോക്കി. പിന്നെ അതൊരു ഗെയിമായി മാറി. See, that's how you create a game. എനിക്ക് ശ്രീനിയുടെ അടുത്ത് ആദ്യത്തെ ഒരു സ്പാർക്ക് എന്ന് വെച്ചാൽ ഈ മീറ്റിങ്ങിന് നമ്മളെല്ലാവരും ഇരിക്കും റൗണ്ട് ആയിട്ട് ഇരിക്കുന്ന സമയത്ത്. എനിക്ക് ആക്ച്വലി ശ്രീനി ഐ ഓൾവേസ് തോട്ട് ഹി വാസ് വെരി ഗുഡ് ലുക്കിംഗ്. ഞാൻ ഭയങ്കര ഒരു നടക്കുന്ന രീതി എല്ലാം സ്ലോ മോഷനിലാണ്. അപ്പോൾ ഞാൻ ആലോചിക്കും ഇത് റിയൽ ലൈഫിലെ സ്ലോ മോഷനിൽ നടക്കണം. ഇവിടെ ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ പതുക്കെ സ്ലോ ആയിട്ട് ഇങ്ങനെ. പിന്നെ മനസ്സിലായത് വഴക്കുണ്ടാവാണ്ടിരിക്കാൻ എല്ലാം പതുക്കെ ചെയ്യണം, സമയം പോകാൻ വേണ്ടി എല്ലാം പതുക്കെ ചെയ്തോണ്ടിരിക്കുക. ഞാൻ നോക്കും ഇങ്ങനെ, എനിക്ക് ശ്രീനി പക്ഷെ എന്നെ നോക്കുമ്പോൾ ഞാൻ തിരിച്ചു നോക്കത്തില്ല കേട്ടോ. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് 2-3 വീക്സ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് അധികം മിണ്ടത്തൊന്നുമില്ല. പിന്നെ ഐ സ്റ്റാർട്ടഡ് നോട്ടീസിങ് ഡ്യൂറിങ് മീറ്റിംഗ്. ഇപ്പം മീറ്റിങ്ങിൽ സാധാരണ എല്ലാവരും നല്ല ഹെവി ഡയലോഗ്സ് ഒക്കെ അടിക്കുമ്പോൾ ശ്രീനി മാത്രം ഇങ്ങനെ കൈ ഇങ്ങനെ വിരൽ ഇങ്ങനെ വായിൽ വെച്ചിട്ട് സിംഗിൾ ഡയലോഗിൽ സാധനങ്ങളൊക്കെ പറയാം. അപ്പോൾ ഐ ഫൗണ്ട് ദാറ്റ് വെരി നൈസ്. അങ്ങനെ ഒരു പേഷ്യൻസ്, നന്നായിട്ട് പേഷ്യൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് ഇപ്പോഴും ഭയങ്കര കാം പേഷ്യൻ്റ്. ആൻഡ് ഞാനത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് എനിക്ക് ആ ക്വാളിറ്റി ഇല്ലാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് തോന്നി ഇങ്ങനെ ഒരാൾ. പക്ഷെ ആ സമയത്തൊന്നും ലവ് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഐ ഹാഡ് ഒരു സ്പാർക്ക്. ഐ യൂസ് ടു വാച്ച് ഹിം എ ലോട്ട്. പിന്നെ ഫാമിലി പേടി ഉണ്ടായിരുന്നു എന്നാ. എനിക്ക് ആക്ച്വലി പേടിയില്ലായിരുന്നു. വെൻ ഐ പ്രപ്പോസ്ഡ് ഐ ന്യൂ ലൈക്ക് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് പാവഞ്ചിയങ്കൾ, പാപ്പുങ്കൾ, അക്കാക്ക, ഹേമന്തിനൊക്കെ എല്ലാവരുടെ പേരും, ഡാഡിയും അമ്മി, ഇതാണ് ശ്രീനി, ശ്രദ്ധ, ശരത്ത്, എല്ലാവരുടെ പേരും വിളിച്ച് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് പേടിയാവാൻ തുടങ്ങിയത് എനിക്ക് ഫസ്റ്റ് ഡേ തൊട്ട് 100 ദിവസം വരെ അതിനകത്ത് ഒരേ ഒരു കണ്ടസ്റ്റന്റിന് മാത്രമാണ് പുറത്തുനിന്ന് ഡ്രസ്സ് കിട്ടാത്തത്. ബാക്കി എല്ലാവർക്കും ഈ വീക്കെൻഡ് എപ്പിസോഡ് ആകുമ്പം നല്ല ഉടുപ്പുകൾ എല്ലാവർക്കും കിട്ടും. അപ്പം ഞാൻ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാവരെയും പോലെ ഞാനും ഇതെല്ലാം അറേഞ്ച് ചെയ്ത് പുറത്ത് എൻ്റെ 2-3 ഫ്രണ്ട്സ്, സോഹ, പിന്നെ വേറെ 2-3 ഡിസൈനേഴ്സിനെയൊക്കെ ഏൽപ്പിച്ചിട്ട്, സ്പെഷ്യലി സോഹേനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വീട്ടിനകത്ത് വരുന്നത്. അപ്പം മമ്മിയും സോഹയൊക്കെ ഇത് അയക്കണം എല്ലാ വീക്കും. പക്ഷെ എനിക്ക് 100 ദിവസം ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാവരുടെ വീട്ടിൽ നിന്നും നല്ല നല്ല ഡ്രസ്സുകൾ അയക്കുക. വീക്ക്ലി അവർ ആ സ്റ്റോർ റൂം തുറക്കുമ്പോൾ എല്ലാവരുടെ പേരെഴുതിയ ബോക്സുകളിൽ പുതിയ ഉടുപ്പുകൾ. എനിക്ക് ആദ്യത്തെ ആഴ്ച വന്നില്ല, അപ്പം ഞാൻ വിചാരിച്ചു മറന്നതായിരിക്കും. സെക്കൻഡ് ആഴ്ചയും വന്നില്ല. അപ്പം ഞാനിങ്ങനെ അപ്പുറത്തെ ആളുടെയൊക്കെ ബോറോ ചെയ്യാൻ തുടങ്ങി. ആകെപ്പാടെ 4-5 ഉടുപ്പ് എനിക്കുള്ളൂ. അതിനകത്ത് 2-3 സാരി അങ്ങനെയൊക്കെ ഉള്ളു. അപ്പം ആ സാരി തന്നെ തിരിച്ചും മറിച്ചൊക്കെ കൊടുക്കുന്നു. പിന്നെ മെയിൻ പേടി വന്നത് ഓണത്തിന്
എനിക്ക് ഗിഫ്റ്റ് വന്നില്ല. അത് ഓണത്തിന് ശ്രീനിക്ക് ഡ്രസ്സൊക്കെ വന്നു. എനിക്ക് ആർക്കും വേണ്ടാത്ത ചിപ്സും അത് മാത്രം. എല്ലാവർക്കും ലെറ്റർ ഒക്കെ വരുന്നുണ്ട്, കാർഡും. ഞാനൊക്കെയാണ് ഈശ്വര അപ്പൊ എന്നെ ഉപേക്ഷിച്ച് എന്റെ ഫാമിലിക്ക് എന്നെ വേണ്ട. അപ്പൊ ഞാൻ നമുക്ക് ഇതിപ്പോ തമാശയായിട്ട് തോന്നും, പക്ഷെ നമുക്ക് ആകെ ഉള്ളൊരു സിഗ്നൽ എന്ന് പറയുന്നത് ഫോണില്ല, ടി വി ഇല്ല, പുറത്ത് എന്താ നടക്കണേ. അപ്പൊ എന്റെ പേടി മമ്മിയൊക്കെ ഇനി എന്നെ ഉപേക്ഷിച്ചു. ഓൾറെഡി മമ്മി എന്നെ കൊല്ലുന്നു വിചാരിച്ചിരിക്കുക. പക്ഷെ ഞാനൊക്കെ മമ്മിക്ക് ശ്രീനിനെ ഇഷ്ടമാണ്ടിരിക്കാൻ ഒരു കാരണമില്ലല്ലോ. ബിക്കോസ് മമ്മീനെ എനിക്കറിയാം, ഡാഡി പിന്നെ എന്തായാലും ഓക്കെ. പക്ഷെ എങ്കിലും ഡ്രസ്സ് വരാണ്ടായപ്പം ദാറ്റ്സ് ദ ഓൺലി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഡ്രസ്സേ വരുന്നില്ല. അപ്പം പുറത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് വീട്ടുകാർക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് ഇങ്ങനത്തെ ടെക്നിക്കൽ ഗ്ലിച്ചസ് ആയിരുന്നു. പക്ഷേ ഇതെന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ആ സമയത്ത് തന്നെ ഡൗൺ ആക്കി. പിന്നെ അവസാനം എനിക്ക് ഒരു സിഗ്നൽ കിട്ടിയത് ലാസ്റ്റ് ഡേ മമ്മി ഒരു ടാസ്കിന് ഈ ഉള്ളിവടയുടെ റെസിപ്പി പറയാൻ മമ്മി വന്നു. അപ്പോഴാണ് ഞാനൊന്ന് ആയത്. പുറത്തിറങ്ങിയപ്പോ മമ്മി ഫസ്റ്റ് ചോദിച്ചത് എന്നാ കല്യാണം. മമ്മി ആയിരുന്നു ഫസ്റ്റ് ചോദിച്ചത്. ഇങ്ങനെ നടന്നാ മതിയോ? ഭയങ്കര ലോങ് ആൻസർ ആയിപ്പോയി അല്ലേ? ഇതാണ് പ്രശ്നം. എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതായത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അതെ, പുറത്ത് വന്നെ ഇങ്ങനത്തെ ഒരു പെണ്ണ് ആര് വേണ്ടെന്ന് പറയും. അല്ലടാ. ഡു യു സ്റ്റിൽ ഹാവ് യുവർ ചൈൽഡ്ഹുഡ് ടെഡീസ് and now Nila using that? Yeah. പിങ്കി ആക്ച്വലി ശ്രീനിക്ക് മുമ്പ് എന്റെ ലൈഫിൽ വന്നൊരു സാധനം. പിങ്കി ഇവിടെ ഉണ്ടോ? പിങ്കി ഇവിടെ എവിടെയോ കറങ്ങി നടക്കണ കണ്ട്. അവൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് പിങ്കി നമ്മുടെ കയ്യിലുണ്ട്. നീലു ജനിച്ച സമയത്ത് അവളുടെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടിൽ പിങ്കി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓഫീസിൽ വന്നപ്പോ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ എടുത്തോണ്ട് വന്നതല്ല, ഇവിടെ ഉണ്ടായിരുന്നവൻ. ബിഗ് ബോസിൽ ലാസ്റ്റ് സമയത്ത് ഞാൻ ആക്ച്വലി ബിഗ് ബോസിൽ പിങ്കിനെ കൊണ്ടുവന്നു. എന്നിട്ട് അവര് പിങ്കിനെ അകത്ത് കയറ്റിയില്ല. എന്നിട്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ മൈക്കിൽ പറയാം എനിക്ക് പിങ്കീനെ ഒന്ന് തരുമോ എന്നൊക്കെ പറയട്ടെ. പിന്നെ ആരോ പറഞ്ഞു നിങ്ങൾ പിങ്കീനെ അകത്തേക്ക് താ, ഞങ്ങൾ കീറി പൊളിക്കും എന്ന് ആരോ പറഞ്ഞു. ഞാൻ പറഞ്ഞു പിങ്കിനെ തരണ്ട, പിങ്കി വേണ്ട, പിങ്കി വേണ്ട. സോ ഇപ്പൊ നിലൂടെ സ്റ്റഫ്ഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീഡിയോസ് എല്ലാ ഡേയ്സും ചെയ്യുമോ? ലൈക്ക് പോഡ്കാസ്റ്റ് ഒരു ദിവസം, ഇന്റർവ്യൂ വൺ ഡേ, നോർമൽ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഡെയിലി വീഡിയോസ് ആക്കാമോ? ഹ്യൂജ് ഫാൻ ഓഫ് യു ആൻഡ് യുവർ വീഡിയോസ്, ലോട്ട്സ് ഓഫ് ലവ്. ശ്രീനി ഇതിന്റെ ആൻസർ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ട്, പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ. ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു നല്ല മടിച്ചാണ്. എനിക്ക് പണിയെടുക്കാൻ ആ ഒരു മൂഡ് വരണം, അല്ലെങ്കിൽ ഞാനിങ്ങനെ തെണ്ടിത്തിരികൊക്കെ നടക്കും. പക്ഷെ മൂഡ് വന്നാൽ അന്ന് തന്നെ നാളെ ഷൂട്ട് ചെയ്യും. അതുകൊണ്ട് സോ എനിക്ക് പോഡ്കാസ്റ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഓൾറെഡി ഞാൻ കുറേ ടോപ്പിക്സും സാധനങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആക്ച്വലി പോഡ്കാസ്റ്റ് റൂമിൽ കുറച്ചും കൂടി വർക്ക് പെൻഡിങ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മൈക്ക് വാങ്ങിച്ചിട്ടില്ല. മൈക്ക് എവിടെ? മൈക്കില്ല. രണ്ടാമത് സൗണ്ട് പ്രൂഫ് ചെയ്യാൻ കുറച്ച് സാധനങ്ങളും കൂടി വരാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ പോഡ്കാസ്റ്റ് തുടങ്ങും. പിന്നെ പേർളി മാണി ഷോ നമ്മൾ അവിടെയും കുറച്ചും കൂടി ഒരു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞങ്ങൾ ആക്ച്വലി വി ആർ ജസ്റ്റ് സെറ്റിലിംഗ് ഇൻ ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എങ്ങനെയാണ് ഫംഗ്ഷനിങ് എന്നൊക്കെ നോക്കി വരുന്നേ ഉള്ളൂ. നെക്സ്റ്റ് മന്ത് വരെ നിങ്ങൾ ഒന്ന് പേഷ്യന്റ് ആയിരിക്കും. പിന്നെ ഡെയിലി വ്ലോഗ്സ് ഇടാൻ പറ്റുമോ? ഡെയിലി വ്ലോഗ്സ് ബേസിക്കലി നമ്മളുടെ ഒരേ വ്ലോഗ് ഡെയിലി ഇട്ടാൽ മതിയോ? ബിക്കോസ് എല്ലാ ദിവസവും ഏകദേശം ഒന്നായിരിക്കുമല്ലോ. രാവിലെ പല്ലേക്കുന്നു, പാല് കുടിക്കുന്നു, പഴം കഴിക്കുന്നു. അപ്പൊ എന്തെങ്കിലും വ്യത്യാസം വേണ്ട? ട്രൈ ചെയ്യാം. അടുത്തത് ശ്രീനി, ഇത് എനിക്ക് കേട്ടോ. What would your life have been without a vibrant and happy wife like Pearle? അയ്യോ കരയില്ല ശ്രീനി. ഇതുപോലെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരാള് കിട്ടിയപ്പോ ഭയങ്കര ഹാപ്പിയാ. ഏത് സമയം എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടേയിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ കാമായിട്ട് അത്ര ആക്റ്റീവ് അല്ല. ആക്റ്റീവ് ആവുന്ന സമയത്തേ ആവത്തുള്ളൂ. പക്ഷെ പേടി അങ്ങനെയല്ല, എണിച്ച് രാത്രി ഉറങ്ങുന്നവരെ ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചിലപ്പോ ശ്രീനി ഉറങ്ങിയിട്ടുണ്ടാവും, എനിക്ക് ഉറക്കം വന്നില്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഞാനിങ്ങനെ ഒറ്റയ്ക്കൊക്കെ നടന്നിട്ട് എണിപ്പിക്കും. എന്നിട്ട് ഞാൻ ശ്രീനിനെ പോയി ശ്രീനി പേടിച്ചിട്ടൊക്കെ എഴുന്നേ കേട്ടോ. എനിക്ക് ഉറക്കം വരുന്നില്ല, നമുക്ക് കുറച്ചൊരു ടി വി കാണാം. അപ്പൊ ശ്രീനി ചിലപ്പോ നില ജനിക്കുന്ന മുന്നേക്ക് നമുക്ക് റൗണ്ട് പോവാം, കാറിൽ പോവാം, നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുക. നൂഡിൽസ് ആദ്യമൊന്നും ശ്രീനിക്ക് രാത്രി കഴിക്കുന്ന ഒരു സ്വഭാവമേ ഇല്ല. പക്ഷെ എന്റെ കൂടെ കൂടി ശ്രീനി രാത്രി എന്തൊക്കെയോ വലിച്ചു വരെയൊക്കെ കഴിക്കുന്നതാണ്. അപ്പം എന്റെ കൂടെ കൂടി കുറച്ച് പ്രാന്തായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പേർളി വായിച്ചോ? ഇല്ല, നീ വായിച്ചോ, ഞാൻ പറയാം. വാട്ട് ഈസ് ദി മോസ്റ്റ് മെമ്മറബിൾ
moment in your life with Nila baby. How is Nila like mom or like dad? I use Like that. mom. Like mama. അതെ. I think she's like dad. I think she's മിക്സ് ആണ് നമ്മുടെ രണ്ടുപേരുടെ. ചില സമയത്ത് അവൾ നല്ല കാമാണ്, ചില സമയത്ത് അവൾ എന്നെ പോലെയാണ്. അപ്പോൾ ഷീ ഹാസ് ബോത്ത്. പക്ഷെ കൂടുതൽ പേളിനെ പോലെ പേളി ഇപ്പോൾ എന്തെങ്കിലും ബാക്ക് പെയിനോ കഴുത്ത് പെയിനോ നെക്ക് പെയിനൊക്കെ വന്നിട്ട് കുറച്ച് ഡല്ലായിരിക്കും. അപ്പം നില കറക്റ്റ് മമ്മിക്ക് എന്തോ വയ്യാന്ന് പറഞ്ഞിട്ട് മടിയിൽ കയറിയിട്ട് ഇങ്ങനെ പിടിച്ച് തടവി കൊടുക്കും. ഭയങ്കര കൊഞ്ചലായിരിക്കും. അപ്പൊ പേളി ഓക്കെ ആവും. അതേപോലെ പേളി കുറച്ച് അപ്സെറ്റ് ആയാൽ അവളും അപ്സെറ്റാണ്. അത് ഭയങ്കര മിറർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ മാക്സിമം അവളുടെ മുമ്പിൽ ഇങ്ങനെ പിടിച്ചു. അവള് കാണിക്കുന്ന മോസ്റ്റ് ആ എക്സ്പ്രഷൻ ഒക്കെ ഇവിടെ നിന്ന് പിടിച്ചതാ. രാവിലെ എണീച്ചാ എന്തൊക്കെ എക്സ്പ്രഷൻസ് അറിയാം രണ്ടുപേരും. അവൾ ആക്ച്വലി ഒരു മോർണിംഗ് പേഴ്സൺ. ഇന്ന് രാവിലെ കൂടെ ഐ വാസ് ടെല്ലിങ് ശ്രീനി, അവള് രാവിലെ എഴുന്നേറ്റ്, ഞാൻ ശ്രീനിക്ക് കുറച്ചിങ്ങനെ ലേസി ആയിട്ടൊക്കെ രാവിലെ അടക്കും. ഇവള് രാവിലെ തന്നെ പടപടയെന്ന് എഴുന്നേക്കും. ഇപ്പം ഐ വാസ് ടെല്ലിങ് മേ ബി ഷീസ് എ മോർണിംഗ് പേഴ്സൺ. മോസ്റ്റ് മെമ്മറബിൾ സംഭവം എന്താണ് ശ്രീനിലൂടെ? എനിക്ക് ഫസ്റ്റ് ടൈം നടക്കണ അതായിരുന്നു. എന്റെ ആക്ച്വലി ഭയങ്കര എനിക്ക് മറക്കാൻ പറ്റാത്ത, നിലു എന്ന് പറയുമ്പോൾ തന്നെ മറക്കാൻ പറ്റാത്ത ഒരു ഫസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത്, നിലു ജനിച്ച് 3 ദിവസം NICUലായിരുന്നു. എൻ്റെ വയറ്റിലിരുന്ന ഒരാള്, 9 മാസം എൻ്റെ വയറ്റിലിരുന്ന ഒരാള് പെട്ടെന്ന് ജനിച്ചു. പക്ഷെ വേറെ ഏതൊരു ഫ്ലോറിൽ വേറെ ഒരു റൂമിൽ ഇങ്ങനെ. എനിക്കാണെങ്കിൽ ഈ റൂമിൽ ഉറങ്ങാനേ പറ്റില്ല. രാത്രി ഞാൻ ഈ വയറൊക്കെ വയ്യ എങ്കിലും ഞാൻ പറയും ഇനി എന്നെ താഴെ കൊണ്ടു. എനിക്കാണെങ്കിൽ എത്ര വേണമെങ്കിലും കാണാൻ പറ്റും. വീൽ ചെയറിൽ സിസ്റ്റർ വരും. അപ്പം ഞാൻ പറയില്ല ഞാൻ നടക്കാം എന്നൊക്കെ വേണ്ടി പോയി കാണും. അപ്പം ഐ സ്റ്റിൽ റിമെമ്പർ കുറേ കുഞ്ഞു വാവകൾ ഉണ്ടാവേ. അപ്പം എല്ലാ വാവകളും കുറച്ച് പ്രീമെച്ചോ ബേബീസ് ആയിരുന്നു ആ റൂമിൽ മുഴുവൻ. പക്ഷെ ഇവള് മാത്രം നല്ല ഗുണ്ടപ്പിയായിട്ട് ഇങ്ങനെ ഭയങ്കര സൗണ്ടും അവിടെ ഒച്ചത്തിൽ കരയുന്ന ഒരു ഭാവ. അപ്പൊ സിസ്റ്റേഴ്സ് പറയും ഇവളാണ് കുറുബി. അപ്പോഴേ ഞാൻ ആലോചിച്ചു ഈശ്വര NICUന്ന് പാരന്റ്സിന് കംപ്ലൈന്റ് കിട്ടി തുടങ്ങി, ഇവളൊക്കെ ഇനി സ്കൂളിലെ ബന്ധം. എന്നിട്ട് ഞാൻ പോയി നോക്കുമ്പോ പാവ ഇങ്ങനെ ട്യൂബൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നമൊന്നുമില്ല, ഒരു ചെറിയ ഒബ്സർവേഷൻ. പക്ഷെ എന്റെ ഫസ്റ്റ് മെമ്മറി അതാണ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് കയ്യിൽ ഈ വയേഴ്സും ഒക്കെ ആയിട്ടാണ് എന്റെ കയ്യിൽ ഇങ്ങനെ എടുത്തത്. ഐ തിങ്ക് ആ ഫോട്ടോ എൻ്റെ ഉണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ നോക്കും, ഇങ്ങനെ ആളെ നോക്കും. അപ്പൊ നിങ്ങളാണ് എൻ്റെ വയറ്റിൽ കിടന്ന് ചവിട്ട് നാടകം കളിച്ചത് അല്ലേ എന്നൊക്കെ പറയാം. ബിക്കോസ് ഭയങ്കര ചവിട്ടും കൂട്ടുമായിരുന്നു. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവള് ചവിട്ടാൻ തുടങ്ങും. ഒരു ഭയങ്കര ഒരു മെമ്മറിയാണ് അത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. What about Avastha web series? Any update about Avastha? We need it back soon. അത് ആക്ച്വലി സ്ക്രിപ്റ്റ് വർക്ക് എല്ലാം തീർന്നു. ഇനി ഞങ്ങളുടെ ഈ ഓഫീസ് സ്റ്റുഡിയോയുടെ വർക്കിൽ കുറച്ച് ബിസി ആയതുകൊണ്ട് 1 month ഞങ്ങൾ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ഓൾ ദി എപ്പിസോഡ്സ് ഭയങ്കര രസത്തിൽ ജെസിൻ മ്യൂസിക് വരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഇനി അത് ഷൂട്ട് ചെയ്യുക, നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക, ആ ഒരു പ്രോസസ്സിന് വേണ്ടി മാത്രമാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടി ബോഡിയൊക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് കൂട്ടണം ക്യാരക്ടറിന് വേണ്ടി. ബിക്കോസ് അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. സോ ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പേളി ഇതിനെ തടി വെക്കുന്ന അത് എൻ്റെ ഒരു ക്യാരക്ടർ ആക്ട്രസ് ഒക്കെ അവസ്ഥയുടെ അടുത്ത ക്യാരക്ടറിനുള്ള ഒരു ലുക്കിലേക്ക് ഞാനിങ്ങനെ ഒരു അവസ്ഥയിലിരിക്കും. അടുത്തത്, if you could learn one skill instantly, what would it be? എനിക്ക് അങ്ങനത്തെ സ്കില്ല് ഒന്ന് ഇപ്പൊ പെട്ടെന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കണ ഇങ്ങനത്തെ ഒരു സംസാരം ഭയങ്കര ഞാൻ എൻജോയ് ചെയ്ത് രസിച്ച് ഇങ്ങനെ കാണും. ഇതെന്റെ ഞരമ്പിൽ ഇങ്ങനെ ഓടുന്ന സാധനം അങ്ങനെ. ആ സ്കില്ല് എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വേണം. സ്റ്റേജ് കയറി പറയുന്ന പാവം പോലെ. ശരിക്കും അത് എനിക്ക് പറ്റും. സംടൈംസ് എനിക്ക് പക്ഷെ അത് പുറത്തു വരാനുള്ള ആ ഒരു ഇത് വന്നിട്ടില്ല. പക്ഷെ പേളിനെ എപ്പോഴും ഞാൻ സ്റ്റേജിൽ കാണുമ്പോൾ, ഞാൻ ഈ സൈമ അവാർഡ്സ് ഒക്കെ പള്ളിയുടെ കൂടെ പോയിട്ടുണ്ട്. എനിക്ക് ആ കാണാൻ വേണ്ടി തന്നെ ഞാൻ സ്റ്റേജ് പോകും. പള്ളിയുടെ ഫ്രണ്ടിലിരുന്ന് കണ്ട് എന്ത് രസത്തിലാണ് ഇതൊക്കെ നമ്മളും പറയണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ച ഒരു സ്കില്ലായിരുന്നു പള്ളിയുടെ. എനിക്ക് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കാൻ പറ്റണം. മ്യൂച്വൽ ഫീലിംഗ്. Which phone are you using and what's your vlogging gadgets? iPhone 13 Pro. എന്റെ 14+ ആണ്. ബിക്കോസ് ഇപ്പം ഐഫോണിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ഞാൻ കൺവിൻസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇനി തിരിച്ചു പോയില്ലെന്നുള്ള ഉറപ്പ് തന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ചാടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ നമ്മളുടെ സോണി A7 IV ആൻഡ് ZV-1 ആണ് ഞങ്ങൾ കൂടുതൽ വ്ളോഗിന് യൂസ് ചെയ്യാറ്. സോണിയുടെ
പിന്നെ നമ്മുടെ ഒരു ടെക് ഷാവും വരുന്നുണ്ട്, നമ്മൾ അത് വേണമെങ്കിൽ സംസാരിക്കാം. അത് ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് വെക്കൂ. ബിക്കോസ് എന്താ പറയാ, നേരത്തെ പ്രീ ബുക്കിംഗ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഒന്ന് ബുക്ക് ചെയ്ത് വെക്കൂ. എപ്പോഴാണ് വരിക ആക്ച്വലി ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിപൊളി ടെക് സംഭവമാണ്. അത് എപ്പോഴാണ് റിലീസ്? ഇല്ല, ഞാൻ റിലീസ് ചെയ്യും. എനിക്ക് അതിലൊരു കോൺഫിഡൻസ് വരണം. ഞാൻ ഒരു 2-3 ഇല്ല വരും വരും വരും. ഓക്കെ ശരി. നിലു ബേബി സ്കിൻ കെയർ ഫ്രം ബർത്ത് ടു നൗ. യു മീൻ നിലു ബേബി സ്കിൻ കെയർ റുട്ടീൻ? നിങ്ങളൊരു വീഡിയോയിൽ കണ്ടല്ലോ അവളിങ്ങനെ തൈര് തേക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് അവളുടെ റുട്ടീനിലെ ഭാഗമാണെന്ന് തോന്നുന്നു. കഴിക്കാൻ കൊടുക്കുന്ന എടുത്ത് മുഖത്ത് തേക്കുക, തൈര് അന്ന് തേക്കുന്നത്. ആ വീഡിയോ ശരിക്കും എനിക്ക് ശ്രദ്ധയാണ് അയച്ചിരുന്നത്. ഞാനല്ല ആ വീഡിയോ എടുത്ത്. അന്ന് ഞാനും ശ്രീനി ഇവിടെ. അപ്പോൾ അവളെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആലുവയിലാക്കും. ഞങ്ങൾക്ക് 2 പേർക്കും വർക്കുള്ള ബിസി ആയിട്ടുള്ള ദിവസം ഞങ്ങൾ മമ്മി ഡാഡിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വരും. അപ്പം മമ്മി അവിടെ നടക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് വീഡിയോ ആയിട്ട് കിട്ടും. അങ്ങനെ ശ്രദ്ധ അയച്ചൊരു വീഡിയോ ആയിരുന്നു. ഇവളിങ്ങനെ ആ വീഡിയോ ഞങ്ങൾ ഇവിടെ വെട്ടി ഒട്ടിക്കും. എഡിറ്റർ പ്ലീസ് ആ വീഡിയോ ഒന്ന് കാണിക്കും, ബിക്കോസ് ഇറ്റ്സ് എ ക്യൂട്ട് വീഡിയോ. അവളിങ്ങനെ അപ്പം മമ്മി ഓടി വരുന്നുണ്ട്. ബിക്കോസ് മമ്മി ടെൻഷനായത് അതിനകത്ത് കറിയൊക്കെ ഉണ്ടായിരുന്നു, വെറും തൈര് ചോറല്ലായിരുന്നു. അതിലെന്തൊക്കെയോ ഒരു ഇച്ചിരി എരിവുള്ള കറി ഉണ്ട്. മമ്മി പേടിച്ച് ഇത് കണ്ണിലാണോ തേക്കുന്നത്. അപ്പം മമ്മി പെട്ടെന്ന് കൈ തട്ടി മുഖമൊക്കെ തുടച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു കൂസലില്ലാണ്ട് അതിന് ശരിക്കും നിങ്ങൾ ഇടേണ്ടത് KGF പാട്ടാണ്, തളരില്ല എന്നുള്ളൊരു രീതിയിൽ ഫുള്ളൊരു തഗ് ലൈഫും തന്നെ അവള് കഴിക്കുന്നത്. പിന്നെ ബേസിക്കലി ഞാൻ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കും. നമ്മുടെ കോക്കനട്ട് ഓയിൽ, അത് വെർജിൻ കോക്കനട്ട് ഓയിൽ, അത് ഫുൾ ബോഡിയൊക്കെ തേച്ച്. എൻ്റെ ദൈവമേ, അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ. ബിക്കോസ് അവൾ ഈ തേച്ചിട്ട് വഴിക്ക് നമുക്ക് ഈ മീനൊക്കെ പോകുന്ന പോലെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. ഞാൻ ബാൽക്കണി നിർത്തി തേക്കുള്ളൂ. പിന്നെ ഇവള് നേരെ പോയിട്ട് ഒരു പ്രാവശ്യം ഈ ചെമ്മരിലൊട്ടി തിന്നു. അപ്പൊ ഒരു ഹാർട്ട് ഷേപ്പ്, അതെന്തിൻ്റെയാണെന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ചെമ്മരിൽ ഓയിലായ പ്രശ്നമാണ്. പിന്നെ ഞാൻ അവളെ വീട്ടിനകത്ത് കയറ്റില്ല. ഇവളെ എങ്ങനെയെങ്കിലൊക്കെ ബാൽക്കണി, ഇവള് കറക്റ്റ് അത്രയും നേരം അവൾക്ക് ബാൽക്കണി ഇഷ്ടം. എണ്ണ തേച്ച് കഴിഞ്ഞാൽ അവൾക്ക് നേരെ വീട്ടിനകത്ത് കയറണം, സോഫയിലിരിക്കണം, കൊക്കോമരം കാണണം. പിന്നെ എണ്ണ തേച്ച മമ്മി ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് എണ്ണ വെക്കണ്ടേ. അതിനുവേണ്ടി ഞാൻ 5 മിനിറ്റ് ഞാൻ ആ ബാൽക്കണിയിൽ ഞാനൊരു കോമാളിയായി മാറും. ഗംഗയുടെ പല രൂപങ്ങൾ ആ സമയത്ത് കാണാം. ഈ സമയത്ത് ശ്രീനി എന്താ ചെയ്യണമെന്നറിയാം? പേളി കൊച്ചകത്ത് വരുന്നുണ്ട് കേട്ടോ, ചുമ്മാ പറയാട്ടോ. ഞാനാ പകുതി ദിവസം പാമ്പർ മാറ്റുന്നത്, കുളിപ്പിക്കുന്നത്. പാമ്പർ മാറ്റും, പക്ഷെ കുളിപ്പിക്കുന്നത് വെരി സോറി. ഞാൻ വേണമെങ്കിൽ ഡെയിലി വ്ളോഗിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഡെയിലി വ്ളോഗിൽ ഐ വിൽ ഷോ യു. ജിമ്മ് പോകുമ്പോ ഞാനാണ് കുളിപ്പിക്കാറ്. അന്ന് കുളിച്ച കൊച്ചിന്റെ കാലിന്റെ അടിയിൽ അഴുക്ക് കാണണം. ആ കൊച്ചു നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിലൂരോട് ചോദിച്ചു, നിലൂടെ അടുത്ത് ചോദിക്കും ഞാൻ പ്ലീസ്. ഓക്കെ, കൊച്ചിനെ കുളിപ്പിക്കുന്നൊക്കെ പറയും, പക്ഷെ കൊച്ചിനെ എങ്ങനെ കുളിപ്പിക്കണമെന്ന് അറിയാം? പിന്നെ അവൾക്ക് അറിയില്ലേ, ഇങ്ങനെ ഉറച്ച് കഴിയും. ഞാൻ നല്ല അവളെ അങ്ങനെയാണ് കൊച്ചിനെ കുളിപ്പിക്കേണ്ടത്. ബേബി സോഫ്റ്റ് കൈ വളയൂല ശ്രീനിയുടെ കൈ, ഇത് ഇങ്ങനെ. അതുകൊണ്ടാണ് അവൾക്ക് ഞാൻ കുളിപ്പിക്കാച്ച ഭയങ്കര ഹാപ്പി. പിന്നെ അഴുക്ക് 2 കിലോ കിട്ടും എനിക്ക് ഞാൻ പിന്നെ കുളിപ്പിക്കുമ്പോ. അപ്പൊ എന്തായാലും ഇതൊക്കെ വേറെ, ഇതൊന്നും ഞങ്ങൾ കാണിക്കരുതെന്ന് വിചാരിച്ചാണ്. പക്ഷെ കണ്ടുപോയി നിങ്ങൾ, അടിയാണ്. നിലയുടെ കാര്യത്തിൽ മാത്രം ഞങ്ങൾ 2 പേരും എന്തെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റം ശരിക്കും തിരിച്ചു കഴിക്കും എന്നൊക്കെ പറയാം. പക്ഷെ പേളി നിലന് സൂപ്പർ ഫുഡ് ഉണ്ടാക്കും, ദാൽ കിച്ചടി. എനിക്കും കുറച്ച് ബാക്കി അവിടെ ബാക്കി മുഴുവൻ ശ്രീനിക്കായിട്ട് പോവാം. പക്ഷെ സ്കിൻ കെയർ റുട്ടീനായിട്ടൊന്നുമില്ല സത്യം പറയാലോ. നിലു ജസ്റ്റ് ലിവ്സ് എ ലൈഫ്. പിന്നെ പല്ല് 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഞാൻ തേപ്പിക്കും. അതും ശ്രീനിയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്, പക്ഷെ ഹി ഡസന്റ് ഡു ഇറ്റ്. ഹി ഫർഗെറ്റ്സ് ബിക്കോസ് നീ നിലൂടെ ചോദിച്ചോക്ക്, ഞാൻ ചെയ്യാറുണ്ട്. നിലൂടെ അടുത്ത് ഇനിയിപ്പോ ഞാൻ ചോദിക്കണം, മോളെ അച്ഛൻ പല്ല് ഏൽപ്പിച്ചാന്ന് ഓണം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പാർട്ട് 1 ഇവിടെ തീർന്നിട്ടില്ല. നമ്മൾ പാർട്ട് 1 ഒരു വൈൻഡപ്പ് ഇന്ന് ചെയ്തിട്ട് ചാപ്റ്റർ 2 KGF എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ അടുത്തതിൽ ഇത് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം വി കുഡന്റ് ഫിനിഷ്. അപ്പോൾ ഡ്രസ്സ് മാറ്റാനുള്ള മടി കാരണം നമ്മൾ ഇതേ ഉടുപ്പിട്ടിട്ട് വേറൊരു തമ്മിൽ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ബൈ, സീ യു. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 holy Maaney show. Oh oh, believe in yourself. Do it. Love yourself the way you are. Love the world.